നിവാസികൾക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ ഓർപ്പിച്ച പ്രിയ സാറ് ഇന്നത്തെ സമൂഹത്തിൻ്റെതായ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. എൻ്റെ സ്നേഹിതൻ അദ്ദേഹം പാടിയ പാട്ടിൽ കൂടിയും അതിൻ്റെതായ ഒരു വിവരണം വിവരിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ നല്ല ഒരു ജനഭാഗവും തിരുവോണ സദ്യയുടെ നല്ല തിരുവോണത്തിൻ്റെതായ നല്ല തിരക്കിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. കേരളം ആഘോഷിക്കുന്ന ഒരാഘോഷ ദിവസമാണ് തിരുവോണം എന്നുള്ളത്. ഈ തിരുവോണത്തിന് വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പലവിധമായ തിരക്കുകളിലാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും അല്പസമയം നിങ്ങളുടെ വിലയേറിയ സമയത്തെ ഈ ശബ്ദപരിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു മാറ്റം വരുത്തും എന്ന് ഉറപ്പും ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ദിനത്തിലും ഇതുപോലെ ഈ കവലകളിൽ വന്ന് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ അറിയിക്കുവാൻ ഞങ്ങൾ പ്രേരിതരായിത്തീരുന്നത്. കാരണം ഇന്നലകളിൽ ഞങ്ങളും ഇതുപോലെ പലവിധമായ തിരക്കുകളുടെ മധ്യത്തിൽ ഓടി നടന്നു. എന്നാൽ ആ തിരക്കുകളൊന്നും ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം പകരാതിരിക്കുമ്പോൾ, സന്തോഷം പകരുവാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷം നേടുവാൻ വേണ്ടി പലതിലേക്കും ഞങ്ങൾ ഓടി അവസാനം ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കും എന്ന് ഞങ്ങൾ ആശ്രയിച്ചതായ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. മറിച്ച് ഞങ്ങളുടെ സന്തോഷം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം കെടുക്കുന്നതായി മാറിയെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അതുതന്നെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. നാളെ തിരുവോണമാണ്. നാളെ കഴിഞ്ഞോ ഉള്ള പത്രത്തിൽ നോക്കിയാൽ തിരുവോണ ദിനം ആഘോഷിക്കുവാൻ വേണ്ടി കേരള ബിവറേജ് കോർപ്പറേഷൻ നിശ്ചയിച്ചതായ മദ്യത്തിന്റെ കണക്കും അത് വാങ്ങിയതായ അവർക്ക് ലഭിച്ച സാമ്പത്തികം, അതിന്റെ ലാഭവും ഒക്കെ നമുക്ക് കാണുവാനും വായിക്കുവാനും കഴിയും. ഇന്ന് കേരളത്തിലെ ജനത്തിന് സന്തോഷിക്കണമെങ്കിൽ അതിന് മദ്യം വേണം. മദ്യമില്ലാത്ത എന്ത് ആഘോഷം എന്നാണ് നമ്മുടെ കേരള ജനതയിൽ ഇന്ന് പലരും പറയുന്നത്. എന്നാൽ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായ മദ്യവും മയക്കുമരുന്നും അവസാനം നിത്യമായ ഒരു വേദനയിലേക്ക്, നഷ്ടത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇന്നലകളിൽ ഈ നഷ്ടബോധം ഞങ്ങൾ നന്നായി അനുഭവിച്ചവരാണ്. ഞങ്ങളിതുപോലെ എങ്ങനെയാണൊരു മോചനം നേടാം എന്ന് ആഗ്രഹിച്ച് ഓടിയവരായിരുന്നു. ഞങ്ങളും പല മതത്തിൽ വിശ്വസിച്ചവരാണ്. ഞങ്ങൾ പല പാർട്ടിയിൽ ആശ്രയിച്ചവരാണ്. പല തത്വശാസ്ത്രങ്ങളും ഞങ്ങൾ വിശ്വസിച്ചവരാണ്, അനുസരിച്ചവരാണ്, അംഗീകരിച്ചവരാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിച്ച മതത്തിനോ ഞങ്ങൾ ആശ്രയിച്ച രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ ഞങ്ങൾ വിശ്വസിച്ചതായ തത്വസംഹിതകൾക്കോ ഒരു മാറ്റം വരുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഞങ്ങൾ ആശ്രയിച്ചു ഇങ്ങനെ പോയാൽ മാറ്റമുണ്ടാകുമെന്ന്. പക്ഷേ ആ മാറ്റം പ്രാപിക്കുവാനോ നേടുവാനോ കഴിയാതിരുന്നപ്പോൾ ഇതുപോലെയുള്ള കവല പ്രസംഗങ്ങൾ ഞങ്ങളിൽ പലർക്കും മാറ്റം വരുത്തുവാനിടയായി തീർന്നു.
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാര് അവരുടെ മതപ്രചരണത്തിന് വേണ്ടി വന്ന് പ്രസംഗിക്കുന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങളുടെ ചിന്തകൾ തെറ്റാണെന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം ഒരു കാലത്ത്, അറിയാതിരുന്ന കാലത്ത് ഞങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുക മാത്രമല്ല, ഇതുപോലെ പ്രസംഗിക്കുന്നവരെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിച്ചുവിട്ട അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇതുപോലുള്ള കവല പ്രസംഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇതൊരു മതസ്ഥാപനത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതല്ല, ഒരു മതത്തിലേക്ക് ആള് കൂട്ടുന്നതുമല്ല, മറിച്ച് മനുഷ്യന് രക്ഷ നേടുവാൻ, മനുഷ്യന് രക്ഷാബോധമുണ്ടാകുവാൻ ഉള്ള ഒരു മാർഗമാണ് എന്ന് മനസ്സിലായി. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇതുപോലെ വൈറലായി സോഷ്യൽ മീഡിയയിൽ. അത് വേറെങ്ങുമല്ല, ഈ തൃശൂർ ജില്ലയിൽ തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് 20-23 വയസ്സുള്ള ഒരു പെൺകൊച്ച് അലറിക്കരഞ്ഞതായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടെയും വാർത്തകൾ കൂടെയുമൊക്കെയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ്. അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് അലറി വിളിച്ചതായ ഒരു പെൺകുട്ടി ഇന്ന് പലപ്പോഴും നമ്മുടെ ചിന്തയിൽ നിന്ന് പോലെ ഇത് മാറിപ്പോയിരിക്കാം. എന്നാൽ ആ പെൺകുട്ടിയെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്, താൻ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ വീട്ടിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. 10ാം ക്ലാസ്സിൽ താൻ നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി. പക്ഷേ വീട്ടിൽ സമാധാനമില്ലാതെ തന്റെ പിതാവിന്റെ മദ്യപാന നിമിത്തം ആത്മഹത്യ ചെയ്യുവാൻ നാട്ടിലേക്ക് എടുത്തുചാടി. എന്നാൽ ഇതുപോലെ നിങ്ങളെപ്പോലെ ഓട്ടോക്കാരൻ, ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ ഇത് കണ്ട് അദ്ദേഹം ഓടി വന്നിട്ട് എടുത്തുചാടിയ പെൺകൊച്ചിനെ രക്ഷിച്ചു. ആ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം കൂടി ആ പെൺകൊച്ചിനോട് ചോദിച്ചു, എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ എടുത്തുചാടിയത്? ആ കൊച്ചു പറഞ്ഞത്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല. കാരണം എന്റെ അപ്പൻ മദ്യപാനിയായിട്ട് വീട്ടിൽ വന്ന് എനിക്ക് സുഖമായി കിടന്നുറങ്ങുവാനോ നന്നായി പഠിക്കുവാനോ കഴിയുന്നില്ല. അവരെ തിരക്കിയപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായ പെൺകുട്ടിയാണ്. തുടർന്ന് പഠിക്കുവാനും കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ ആ മാതാപിതാക്കൾക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ ആ പെൺകൊച്ചിനെ വീണ്ടും ഹയർ സ്റ്റഡിക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ പഠിച്ച് വീട്ടിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സ്നേഹിക്കാൻ ആരുമില്ലാത്തതായ അവസ്ഥയിൽ നിന്നും തന്റെ ഉപരിപഠനത്തിന് പോയ പെൺകുട്ടി താൻ തന്റെ സങ്കടങ്ങൾ കൈമാറുവാൻ, തന്റെ വേദനകൾ പറയുവാൻ ഒരു സ്നേഹിതനെ കണ്ടെത്തി. ആ സ്നേഹിതനുമായിട്ട് താൻ വളരെയധികം തന്റെ വേദനകൾ കൈമാറി. ആ സ്നേഹിതനുമായിട്ട് തന്റെ വേദനകൾ കൈമാറിയപ്പോ തന്റെ ആരൊക്കെയാണോ എന്നുള്ള ഒരു ചിന്തകളിൽ വന്നപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞ പല കാര്യങ്ങളും അവൾ മടികൂടാതെ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ആ സ്നേഹിതൻ തന്നെ കൊണ്ടെത്തിച്ചത് ലഹരിയുടെ ഒരു വിൽപ്പന കേന്ദ്രമായ, ലഹരിയുടെ ഒരു വിൽപ്പന ആളാക്കളോടെ മാറ്റുവാനിടയായി തീർന്നു. തന്റെ സങ്കടങ്ങൾ പകരുവാനോ അല്ലെങ്കിൽ തന്റെ സങ്കടങ്ങൾ പറയുവാനും തന്നെ സ്നേഹിക്കുവാനും ഒരാളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും മടികൂടാതെ ചെയ്ത അവസാനം പല നാളുകളെ കുറിച്ച് പോലീസിന് അറിവ് കിട്ടിയ അവസാനം ഇവളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതായ ആ വാർത്തയാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. എനിക്കൊന്നും അറിയത്തില്ല, ഞാനതൊന്നും അറിഞ്ഞില്ല എന്ന് പെൺകുട്ടി പറഞ്ഞത് ശരിയാണ്. അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. തന്നെ സ്നേഹിക്കുന്ന, തന്റെ സങ്കടങ്ങൾ പകരുവാൻ, തന്റെ വേദനകൾ പറയുവാൻ ഒരു സ്നേഹിതനെ കിട്ടിയപ്പോൾ കുടുംബത്തിൽ ലഭിക്കാതെ സമാധാനം, കുടുംബത്തിൽ ലഭിക്കാതെ സന്തോഷം തന്റെ സ്നേഹിതന് ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ അവൾ ഒരുക്കപ്പെട്ടു. അങ്ങനെയാണ് അവൾ മയക്കുമരുന്ന് വിൽപ്പനക്കാരിയായി അല്ലെങ്കിൽ കാര്യറായി മാറുവാനിടയായി തീർന്നത്. നോയിക്ക്, ഇതൊരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല, എത്രയോ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, എത്രയോ സഹോദരന്മാരുടെ കാര്യമാണ്, എത്രയോ ആ കുടുംബ തകർച്ചയുടെ കാര്യമാണിത്. എന്താ ഇതിന് കാരണം? അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ മതങ്ങൾക്ക് കുറവില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. നല്ല പാർട്ടികളില്ലാഞ്ഞിട്ടാണോ? അല്ലവേ അല്ല. കാരണം
ഓരോ പാർട്ടിക്കാരും മാറി മാറി വരുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ അവർ സ്ഥാപിക്കുവാൻ വേണ്ടി ചെയ്യുവാൻ മടിയില്ലാത്തൊരു പാർട്ടിയായി മാറുന്നുണ്ട്. ഇവിടുത്തെ മതങ്ങൾക്ക് തെറ്റുപറ്റിയാണ്, ഒരിക്കലുമല്ല. മതങ്ങൾ മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്ത് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോകുന്നു? നമ്മുടെ കേരളത്തിലെ ജയിലുകളെടുത്ത് പഠിച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് എല്ലാവരും, ജയിലിൽ കിടക്കുന്നവരെല്ലാവരും. ഒരു മതവും ഒരുവനെ ഒരു കുറ്റവാളിയാകാൻ പഠിപ്പിക്കുന്നില്ല. ഒരു മതവും ഒരുവനെ മദ്യപാനിയാകാൻ പഠിപ്പിക്കുന്നില്ല. എന്തിന്? ഒരു മാതാപിതാക്കളും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ഇവനൊരു മദ്യപാനിയാകണം, ഇവനൊരു മയക്കുമരുന്ന് അടിക്കുന്നവളായിത്തീരണമെന്നോർത്ത് ആരും വളർത്തുന്നില്ല. തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് വളർത്തുന്ന ആ മാതാപിതാക്കൾ ആ സ്വയം അല്ലെങ്കിൽ അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് പ്രായമാകുമ്പോൾ, എനിക്ക് പ്രായമാകുമ്പോൾ എന്റെ മകൾ എനിക്കൊരു ആശ്വാസമായി തീരും എന്ന് ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത്. പിന്നെ എന്ത് ഇങ്ങനെ ആയിത്തീരുന്നു? അതാണ് സ്നേഹിത ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇവിടുത്തെ മതങ്ങൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ തിന്മയ്ക്കടിമയാണ്. മനുഷ്യൻ തിന്മയിൽ നിന്ന് മോചനം നേടുവാൻ മതങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. മതങ്ങൾ എന്ന വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ്. അവരുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഇന്ന് ചെയ്താൽ നിങ്ങൾക്ക് മോചനം ലഭിക്കും, നിങ്ങൾ ഇന്ന് ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്ന് മതങ്ങൾ പറയുമ്പോൾ, സ്നേഹിത, ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ടോ മതത്തിലെ കാടുകൂട്ടുന്നതിനായിട്ടല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇന്നലകളിൽ ഞങ്ങൾ വിശ്വസിച്ച മതങ്ങൾ ഞങ്ങൾക്കൊരു രക്ഷയുടേതായ കാര്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചില്ല എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളൊരു മാർഗമാണ്. ആ മാർഗമാണ് ഞങ്ങൾക്ക് മാറ്റം നൽകിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നൽകുകയും അതിനെക്കുറിച്ച് ഈ കവലയിലും രജകൂടാതെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ ആക്കിയിട്ടത് ഒരു മാർഗമാണ്. ആ മാർഗത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ്. ഈ പാപത്തിന് പരിഹാരം നേടുവാൻ ഇന്നത് ചെയ്താൽ മതി എന്ന് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച മാർഗം പറയുന്നത് മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്. നിന്റെ പാപത്തിന്റെ കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ച മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു എന്ന് പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ നെറ്റിച്ചുളിയും. ആദ്യമേ ഞങ്ങൾ കേട്ടതുപോലെ അല്ലെങ്കിൽ ചിന്തിച്ചതുപോലെ ഇത് ക്രിസ്ത്യാനികളുടെ മതത്തിന്റെ പ്രസംഗമാണെന്ന് സ്നേഹിത നിങ്ങൾക്ക് തെറ്റി കേട്ടോ. ഇന്നലകളിൽ ഞങ്ങളും ഇതറിയുന്നതിന് മുമ്പ് ഞങ്ങളും പറഞ്ഞു ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമാണ് യേശു എന്ന്. എന്നാൽ യേശു വന്നത് ക്രിസ്ത്യാനിയെ ചേർക്കുവാനല്ല, മാനവജാതിക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാ. ഇന്നത് ചെയ്താൽ നിനക്ക് പാപമോശം കിട്ടുമെന്ന് പറയുവാനല്ല, യേശുവിന്റെ രക്തത്താൽ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് യേശു തെളിയിച്ചു വന്നത്. കാൽവരി ക്രൂശിൽ തന്റെ രക്തം അവസാനം രക്തം വഴി ഒഴുക്കിതെന്നാണ് യേശു പാപത്തിന് പരിഹാരം വരുത്തിയത്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പാപമോശം കിട്ടും? ഒറ്റക്കാര്യം ചെയ്താൽ മതി. അതിന് പണം മുടക്കേണ്ട, ദൂരം സഞ്ചരിക്കേണ്ട, മറ്റൊരു കാര്യങ്ങളും ചെയ്യണ്ട. ഇരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് കാൽവരിയിൽ മരിച്ചത്, അങ്ങയുടെ രക്തത്താൽ എന്റെ പാപം കഴുകണമേ, എന്നെ നിന്റെ മകളാക്കണമേ, മകനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്തിനാ പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്? സ്നേഹിത, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മരണശേഷം ഒരു ജീവിതമുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് മനുഷ്യന്റെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മനുഷ്യന്റെ ആത്മാവിനും മരണമില്ല. ആത്മാവിന് നിത്യശാന്തി നേടുവാൻ വേണ്ടിയാണ് മനുഷ്യൻ പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ
ചെയ്യുന്നത് കർമ്മങ്ങളും ആചാരങ്ങളും പ്രാർത്ഥനകളും പുണ്യ സന്ദർശനങ്ങളും നടത്തുന്നതിന്റെ ഏക കാരണം ആത്മാവിന് മോക്ഷം കിട്ടണം, ആത്മാവിന് നിത്യശാന്തി ലഭിക്കണം. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ, നിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം തന്നെ മതിയാകും. അത് നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ ചിന്ത കൊണ്ടോ നിന്റെതായ ദാനധർമ്മം കൊണ്ടോ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തത്തില്ല. നിന്റെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ മാത്രമേ നിന്റെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. അതുകൊണ്ട് സ്നേഹിത, ഈ കവലയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേയൊരു നാമം യേശുക്രിസ്തു എന്ന നാമം. യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ലഭിക്കും. പാപമോചനം ലഭിച്ചാൽ ഇന്ന് നിന്നെ വേട്ടയാടുന്ന തിന്മകളിൽ നിന്നും തിന്മ പ്രവൃത്തികളിൽ നിന്നും നിനക്കൊരു മോചനമുണ്ട്. പിന്നെ നിന്റെ ജീവിതം പാപത്തിന് വേണ്ടിയുള്ളതല്ല, നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ട് സ്നേഹിത, ഈ അവസരം നീ പാഴാക്കി കളയരുത്. എന്റെ സന്ദേശം വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തുക. നിശ്ചയമായും നിന്റെ കുടുംബത്തിന് സന്തോഷമുണ്ടാകും, നിന്റെ കുടുംബത്തിന് സമാധാനമുണ്ടാകും. ഈ തിന്മ പ്രവൃത്തിയായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ അടിവിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ടാകും. മോചനമുണ്ടാകിയാൽ നിന്റെ ആത്മാവിന് ഒരു വലിയ സന്തോഷമുണ്ടാകും, നിന്റെ കുടുംബത്തിന് വലിയ ആനന്ദമുണ്ടാകും. അതുകൊണ്ട് യേശു വിശ്വസിച്ചാൽ നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പാപത്തിന് പരിഹാരം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച നിശ്ചയമായി നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരും. പാപത്തിന് പരിഹാരം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം വെളിച്ചമുണ്ടാകും. ഈ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നതുകൊണ്ടാണ് സ്നേഹിത ഈ കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നിങ്ങളും ഈ സന്തോഷത്തിന് ഉടമകളാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശം കൊണ്ട് അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിന് മാറ്റത്തിന് കാരണമായി തീരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏതുവിധ ഭാരത്തിലാണോ ആയിരിക്കുന്നത്, ഏതുവിധ സങ്കടത്തിലാണോ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ തിന്മയിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടോ, മതത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിങ്ങൾക്ക് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടോ, നിശ്ചയമായി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്നേഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതായ ഈ ദൈവിക സന്ദേശങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനു വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റത്തിന് കാരണമായി തീരുവാൻ, ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് പ്രാപിക്കുന്നതിന് വിധാനമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് കർത്താവെ കേട്ടതായി ഈ സന്ദേശങ്ങൾ ദേശത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ അതിന്റെ അടിമത്തിൽ കിടക്കുന്ന ജനം വിടുവിക്കപ്പെടുവാനും നിത്യതയെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ച് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റ് ലഹരി ഉപയോഗങ്ങളിലും കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്. കർത്താവെ അതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ജനത്തിന് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള കർത്താവെ വിടുതൽ ലഭ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർക്കൊക്കെ ദൈവം സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നവരെ കർത്താവ് ഇതിൽ നിന്നെല്ലാം വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.